റെയ്ഡ് ചെയ്തപ്പോ കണ്ടത് നമ്പൂതിരിക്കുട്ടിക്ക് 5 ലക്ഷം. നമ്പൂതിരിക്കുട്ടിക്ക് 5 ലക്ഷം. 5 ലക്ഷം കൃത്യമായിട്ട് ഒരു വീട്ടിലെത്തിച്ചു കൊടുക്കണം. നമ്പൂതിരിക്കുട്ടിനെ അറിയാമല്ലോ, പാർവതി എന്ന പേര്. പാർവതിയുടെ ഭർത്താവ് ഉമ്മർകുട്ടിയുടെ കൈ കൊടുക്കണം. ഒരു കാരണവശാലും നമ്പൂതിരിക്കുട്ടി പാർവതിക്കുട്ടി ഉണ്ടല്ലോ, പാർവതിക്കുട്ടിയുടെ കയ്യിൽ മാത്രമായിട്ട് കൊടുക്കരുത്. പാർവതിക്കുട്ടിയുടെ ഭർത്താവ് ഉമ്മർകുട്ടിയുടെ കയ്യിൽ 5 ലക്ഷം കൃത്യമായിട്ട് കൊടുക്കണം. 5 ലക്ഷം ഉണ്ടല്ലോ. 5 ലക്ഷം കൃത്യമായിട്ടുണ്ട്. 5 ലക്ഷം ഉണ്ട്. അടുത്ത് നോക്കാം. നായർകുട്ടിക്ക് 4 ലക്ഷം. നായർകുട്ടി പൈസ മാറി മനുഷ്യൻകുട്ടിക്ക് കൊടുക്കരുത്. നായർകുട്ടി, നായർകുട്ടിയുടെ ഭർത്താവിനെ അറിയാമല്ലോ, ഉസ്മാൻകുട്ടി. ഉസ്മാൻകുട്ടി എത്ര? 4 ലക്ഷം. അഞ്ചാക്കാൻ പറ്റുന്നില്ലല്ലോ. കാരണമേ ഒന്നൊക്കെ നമ്പൂരിന്റെ താഴെയാ നായർ. നമ്മളത് കാര്യം കണക്കിലെടുക്കണം. ക്രിസ്ത്യൻ കുട്ടിക്ക് 4 ലക്ഷം. സമത്വമുണ്ട്. സ്റ്റെല്ലക്കുട്ടിയുടെ ഭർത്താവ് കാതർകുട്ടി. കാതർകുട്ടിയുടെ കൈ തന്നെ കൊടുക്കണം, സ്റ്റെല്ലക്കുട്ടിയുടെ കൈ കൊടുക്കരുത്. ക്രിസ്ത്യൻ കുട്ടിയാണ്, പറഞ്ഞു മനസ്സിലായില്ലേ? കാതർകുട്ടിയുടെ കൈ കൊടുക്കും. 4 ലക്ഷം സമത്വം. അതുമായി ആർക്കാ പൈസ എത്ര വേണം കൊടുക്കാം, ഇഷ്ടം പോലെ കാശ് ഇവിടെ കിടക്കാണ്. ആർക്കാ? ഈഴക്കുട്ടിക്ക് അറിയാമല്ലോ, ഈഴക്കുട്ടിക്ക് 3 ലക്ഷം. അത് കുഴപ്പമില്ല, ഈഴക്കുട്ടിയല്ലേ. കേരളത്തിൽ എങ്ങനെ എത്ര? 4 ലക്ഷം. 3 ലക്ഷം ഉള്ളു. എന്താ പിടിച്ചു? ഈഴവക്കുട്ടിക്ക് 3 ലക്ഷം കൊടുത്തോ? നിലവിൽ കൊടുത്തു. ഈഴവക്കുട്ടി കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത പട്ടികജാതി കുട്ടിക്ക് 2 ലക്ഷം തുടങ്ങി. പട്ടികജാതി കുട്ടിക്ക് 2 ലക്ഷം. പട്ടികജാതി കുട്ടി അറിയാമല്ലോ, വത്സമ്മയുടെ ഭർത്താവ് ഇബ്രാഹിംകുട്ടി. വത്സക്കുട്ടിയുടെ ഭർത്താവ് ഇബ്രാഹിംകുട്ടി. ഇബ്രാഹിംകുട്ടിയുടെ കയ്യിൽ തന്നെ കൊടുക്കണം 2 ലക്ഷം. പിടി. ബാക്കി എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ബാക്കിയുള്ള പൈസ ആവശ്യമുള്ള ഇനിയും ഒരുപാട് കുട്ടികൾ വരാനുണ്ട്, അറിയാലോ. ഇനിയും ഈ ബ്രാഹ്മണക്കുട്ടി തീർന്നിട്ടില്ല. അപ്പൊ ഉമ്മർകുട്ടി, ഉസ്മാൻകുട്ടി, ആമനക്കുട്ടി, ചിരതക്കുട്ടി കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഒരുപാട് കുട്ടികൾ വേറെ വരാനുണ്ട്. സുലൈമാൻകുട്ടി കൊടുക്കത്തില്ല, ഇനി വേറെ പട്ടിക്കുട്ടി വരാനുണ്ട്. അതിനും പ്രത്യേകം പൈസ കൊടുക്കുന്നുണ്ട്. അത് ഇത് വെച്ച് ഓക്കെ. വണ്ടിക്കൂലിക്കാണോ? വണ്ടിക്കൂലി കരുതോട്ടെ. ആവശ്യം എന്തെല്ലാം മോഹങ്ങളാണെന്നോ, എന്തെല്ലാം സ്വപ്നങ്ങളാണെന്നോ, എന്തെല്ലാം മോഹങ്ങളാണെന്നോ, എന്തെല്ലാം സ്വപ്നങ്ങളാണെന്നോ. ഒരു ചാനലും ഒരു ചേച്ചിയും 150 രൂപ ഡെയിലി കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ വിളിച്ചു പറയുന്നത്. ഇവിടെ മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുന്നു. ഒരു പെരുന്നാൾ, ഒരു ഓണം, ഒരു ക്രിസ്മസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാനും ഇപ്പം 2 മാസം കഴിഞ്ഞ് സ്കൂൾ തുറക്കും, പിള്ളേർക്ക് പുസ്തകം മേടിക്കാൻ വേണ്ടി നെട്ടോടുന്നു. 4 ലക്ഷം രൂപ. നമ്പൂതിരിക്കുട്ടി, ക്രിസ്ത്യൻ കുട്ടിക്ക് 4. പട്ടിക്കുട്ടിക്ക് വല്ലതും ഉണ്ടാ? പട്ടിക്കുട്ടിക്ക് കുത്തിയപ്പുണ്ടല്ലേ, ഒരു നിക്കറെങ്കിലും മേടിച്ചിട്ട് കൊടു.